നമസ്കാരം. പ്ലെയിൻ ടോക്ക് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ഷാജി കരുണാകരൻ. ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം നിങ്ങളിൽ പലരും പലപ്പോഴായിട്ട് കേട്ടിട്ടും കണ്ടിട്ടും ഉള്ള ഒരു സംഭവമാണ്. അതായത് പല സമയത്തും വിമാനത്തിൻ്റെ വീലുകൾ ഊരിപ്പോകുന്നത് ഒരു തമാശയായിട്ടാണ് സാധാരണ മാധ്യമങ്ങളിൽ കാണിക്കാറുള്ളത്. എന്നാൽ എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഈ അടുത്ത കാലങ്ങളിൽ അമേരിക്കയിൽ നിന്നും ഒരു ഇൻ്റർകോണ്ടിനെൻ്റൽ ഫ്ലൈറ്റിന് വേണ്ടി ടേക്ക് ഓഫ് ചെയ്തൊരു 777 വലിയ വിമാനത്തിൻ്റെ ഒരു മെയിൻ വീല് ഊരിപ്പോവുകയുണ്ടായി. അതുപോലെ തന്നെ ഒരു എയർബസ് 320 വിമാനത്തിൻ്റെ വീലും അമേരിക്കയിൽ ഒരു ഹെവി ലാൻഡിങ്ങിൻ്റെ സമയത്ത് ഊരിപ്പോവുകയുണ്ടായി. ഈ അടുത്ത സമയത്താണ് ബ്രിട്ടീഷ് എയർവേസിൻ്റെ ഒരു എയർബസ് 350 ലോസ് ആഞ്ചലസിൽ നിന്ന് ലണ്ടനിലേക്ക് വരുന്ന വഴിക്ക് ടേക്ക് ഓഫിൻ്റെ സമയത്ത് ഒരു വീൽ ഊരിപ്പോവുകയുണ്ടായി. ഇനി നമ്മളുടെ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ATR 72 ടർബോപ്രോപ്പ് എയർക്രാഫ്റ്റിൻ്റെ വീല് ടേക്ക് ഓഫിൻ്റെ സമയത്ത് ഊരിപ്പോകുന്നത് മാധ്യമങ്ങളിൽ പല പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ്. വർഷങ്ങൾക്ക് മുമ്പ് ബോയിങ് 737-200 വീല് 2 പ്രാവശ്യം ഊരിപ്പോവുകയുണ്ടായി. ഇങ്ങനെയുള്ള സംഭവങ്ങൾ എന്തുകൊണ്ടാണ് റിപ്പീറ്റഡായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? നമുക്ക് വിമാനത്തിൻ്റെ വീലിൻ്റെയും ബ്രേക്കിൻ്റെയും ഡിസൈനിനെ പറ്റി ഒരു അല്പം മനസ്സിലാക്കിയതിന് ശേഷം വിഷയത്തിലേക്ക് കടക്കാം. സാധാരണഗതിയിൽ സിംഗിൾ അയൽ വിമാനങ്ങളിൽ മെയിൻ ലാൻഡിംഗ് ഗിയറിൽ 2 വീൽ അസംബ്ലീസാണ് ഉണ്ടാകാറുള്ളത്. അതായത് ലെഫ്റ്റ് സൈഡിൽ 2, റൈറ്റ് സൈഡിൽ 2, നോസിൽ 2 വീല്. മെയിൻ ലാൻഡിംഗ് ഗിയറിലെ വീലുകൾ അതിൽ ഹബിൽ ടയർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നു. ടയർ ചാർജ് ചെയ്യുന്നത് സാധാരണ നൈട്രജൻ പ്രഷർ കൊണ്ടാണ്. നൈട്രജൻ ഉപയോഗിക്കുന്നത് ഏതെങ്കിലും രീതിയിൽ ടയർ ഡിഫ്ലേറ്റ് ചെയ്താൽ, അതായത് ഒരു ബ്രേക്ക് ഓവർ ഹീറ്റ് ഉണ്ടായി ടയർ ഡിഫ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നൈട്രജൻ ഈ ബ്രേക്കിലേക്ക് റിലീസ് ആവുകയും ബ്രേക്ക് ഫയർ ഉണ്ടാകാനുള്ള ചാൻസ് കുറയ്ക്കുകയും ചെയ്യുന്നു. ഇനി ഈ വീൽ ഹബിൻ്റെ അകത്താണ് ഈ ബ്രേക്ക് അസംബ്ലി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നതാണ് പ്രത്യേകത. ഈ വീൽ ഹബും ഈ ബ്രേക്ക് അസംബ്ലിയും എല്ലാം ഒരുമിച്ച് ലാൻഡിംഗ് ഗിയറിൻ്റെ ആക്സലിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നു. എന്നിട്ട് ആ വീൽ അസംബ്ലി ടൈറ്റ് ചെയ്യുന്നത് സാധാരണ സിംഗിൾ നട്ട് ഉപയോഗിച്ചാണ്. എന്നിട്ട് ആ നട്ട് ലോക്ക് ചെയ്തിരിക്കുകയുമാണ് സാധാരണഗതിയിൽ ഉണ്ടാകുന്നത്. എന്നാൽ വലിയ വിമാനങ്ങളിൽ, അതായത് 777 അല്ലെങ്കിൽ A350 അങ്ങനെയുള്ള എല്ലാ വിമാനങ്ങളിലും ബോഗി ബീംസ് എന്നറിയപ്പെടുന്ന പല വീലുകളുള്ള ലാൻഡിംഗ് ഗിയേഴ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം അതിൻ്റെ ലാൻഡിംഗ് വെയ്റ്റ്സ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. ഈ എല്ലാ വിമാനങ്ങളിലും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. 1980കളിലെ അവസാനത്തിൽ ഇന്ത്യൻ എയർലൈൻസിൻ്റെ ഒരു ബോയിങ് 737 വിമാനം ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു മെയിൻ വീല് ഊരിപ്പോവുകയും അത് റിട്രീവ് ചെയ്യാൻ സാധിക്കാതെ വരികയും ചെയ്തു. എന്നാൽ ആ വിമാനത്തിന് ആദ്യമായിട്ട് സംഭവിക്കുന്ന ഒരു അനുഭവമായതുകൊണ്ട് തന്നെ നാച്ചുറലായിട്ടുള്ള ഒരു സംശയം വന്നത് അത് ഇൻസ്റ്റാൾ ചെയ്ത എൻജിനീയറുടെ സൂപ്പർവൈസറി ഡിഫക്റ്റ് കൊണ്ട് മാത്രം ആയിരിക്കാം എന്നാണ്. അതുകൊണ്ട് തന്നെ ആ എൻജിനീയറെ സസ്പെൻഡ് ചെയ്യുകയും ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുകയും ഉണ്ടായി. എന്നാൽ ഏതാനും മാസങ്ങൾക്ക് ശേഷം മറ്റൊരു വിമാനത്തിൻ്റെ വേറെ ഒരു വീല് ഊരിപ്പോവുകയും ഈ സമയം ആ വീൽ അസംബ്ലിയും ആ നട്ട് അസംബ്ലിയും ഒരേ സിറ്റുവേഷനിൽ ഒരുമിച്ച് റിക്കവർ ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. അതിൻ്റെ അർത്ഥം ഇൻസ്റ്റലേഷനിൽ ഒരു ഡിഫക്റ്റ് ഇല്ലായിരുന്നു എന്നും നട്ട് അസംബ്ലി ലോക്ക്ഡ് പൊസിഷനിലായിരുന്നു എന്നും ആണ്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന സംശയം എൻജിനീയറുടെ പിഴയാണ് എന്നുള്ളത് അപ്രസക്തമായി. അതനുസരിച്ച് ബോയിങ്ങും ഇന്ത്യൻ എയർലൈൻസും ഒരുമിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയും ദീർഘമായ ഉപയോഗത്തിൻ്റെ ഫലമായിട്ട് ഈ ആക്സൽ നട്ടും ലാൻഡിംഗ് ഗിയറിലെ ആക്സലിലെ ത്രെഡും വേറെ ആവുകയും, അതായത് ത്രെഡ് നട്ടും ലൂസ് ആവുകയും ചെയ്യുന്നു എന്ന് മനസ്സിലായി. അപ്പോൾ സാധാരണഗതിയിൽ വീല് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ നട്ടിന് ആവശ്യമായിട്ടുള്ള ടോർക്ക് ലഭിക്കും, നട്ട് ലോക്ക് ചെയ്യും. എൻജിനീയർ നിയമപ്രകാരം ചെയ്തത് കറക്റ്റാണ് താനും. എന്നാൽ ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്തും ഏതാണ്ട് 270 കിലോമീറ്റർ സ്പീഡിലാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്.
അതുപോലെ തന്നെ ലാൻഡ് ചെയ്യുന്ന സമയത്തും ഏതാണ്ട് അതേ സ്പീഡ് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ വിമാനത്തിൻ്റെ ടയർ എന്ന് പറയുന്നത് ഏതാണ്ട് 350-370 കിലോമീറ്റർ സ്പീഡ് വരെ ഓപ്പറേറ്റ് ചെയ്യാൻ സർട്ടിഫൈഡ് ആണ് താനും. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് അപ്പോൾ നമുക്കൊന്ന് ആലോചിക്കാം. ഈ ലാൻഡിങ്ങിൻ്റെ സമയത്തുള്ള വളരെ ഹെവി ആയിട്ടുള്ള ലാൻഡിങ് ഇമ്പാക്റ്റ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 കണക്കിന് ടണ്ണിൻ്റെ വെയിറ്റാണ് ലാൻഡിങ് ഗിയറിലേക്ക് വരുന്നത്. ആ വെയിറ്റ് ഈ വീൽ മുഖേന ഈ ആക്സിൽ നട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും പതിയെ ആക്സിൽ നട്ട് ലൂസാകുകയും ചെയ്യുക എന്നുള്ളതാണ് സംഭവിച്ച വിഷയം. അതുപോലെ തന്നെ ലാൻഡ് ചെയ്ത് കഴിയുമ്പോൾ വീൽ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏതാണ്ട് മില്യൺസ് ഓഫ് ജൂൾസ് ഓഫ് എനർജിയാണ് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് റിലീസ് ചെയ്യപ്പെടുന്നത്. ഇതിൻ്റെ എല്ലാം എനർജി ഈ അബ്സോർബ് ചെയ്യേണ്ട ഒരു ഘടകമാണ് വീൽ മൗണ്ട് ചെയ്തിരിക്കുന്ന വീൽ നട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഹൈലി സ്ട്രെസ്ഡ് ആയുള്ള കണ്ടീഷനിൽ വീൽ നട്ട് ഊരിപ്പോകുക എന്നുള്ളത് ചിലപ്പോഴെങ്കിലും സംഭവിക്കുന്ന ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. ഇന്ത്യൻ എയർലൈൻസിലുണ്ടായ ആ ഇൻസിഡൻറ്റിന് ശേഷം ബോയിങ് ഒരു പുതിയ ഇൻസ്പെക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അതായത് ഒരു നോ ഗോ ത്രെഡ് ഗേജ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ഓരോ പ്രാവശ്യം വീല് ചേഞ്ച് ചെയ്യും അല്ലെങ്കിൽ ബ്രേക്ക് ചേഞ്ച് ചെയ്യുമ്പോഴും ലാൻഡിംഗ് ഗിയറിൻ്റെ ആക്സിൽ ത്രെഡും വീൽ നട്ട് ത്രെഡും ഇൻസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമാക്കിയിരുന്നു. ഏതെങ്കിലും രീതിയിൽ ഈ ഗോ ഗേജ് കൊണ്ട് അത് ഒരു ത്രെഡ് വെയർ ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ നട്ട് റീപ്ലേസ് ചെയ്യുകയും ലാൻഡിംഗ് ഗിയറിൻ്റെ ആക്സിൽസ് റീവർക്ക് ചെയ്യുക എന്നുള്ളൊരു തീരുമാനമാണ് അന്ന് എടുത്തിരുന്നത്. എന്നാൽ ഇതിന് ശേഷം കുറേ കാലങ്ങൾക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ എന്തുകൊണ്ട് വീണ്ടും സംഭവിക്കുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, വിമാനത്തിൻ്റെ ലാൻഡിങ്ങിലും ടേക്ക് ഓഫിലെ സ്പീഡ്, അതിൻ്റെ എന്തുമാത്രം വെയിറ്റാണ് ആ ഗിയറിലേക്ക് വരുന്നത്, ബ്രേക്ക് ആപ്ലിക്കേഷനിലെ എനർജി റിലീസ്, ഇതെല്ലാം കൂടെ താങ്ങാനുള്ള ശക്തി ചിലപ്പോഴെങ്കിലും ആ വീലിൻ്റെ ബ്രേക്ക് ബെയറിങ്സിന് അല്ലെങ്കിൽ ബ്രേക്ക് നട്ടിന് അതിൻ്റെ മെറ്റീരിയൽ ഫെയിലിയർ ഇങ്ങനെയുള്ളതെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെയുണ്ട്. അതേപോലെ തന്നെ ഇൻസ്റ്റലേഷൻ ഫെയിലിയേഴ്സ് ചിലപ്പോഴെങ്കിലും ഉണ്ടാകാറുണ്ട്. ഇങ്ങനെയുള്ള പല കാരണങ്ങളുകൊണ്ട് വീല് ലാൻഡിംഗ് ഗിയറിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് വരുന്നതായിട്ട് ഉള്ള അനുഭവം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മാനുഫാക്ചേഴ്സും അതുപോലെ തന്നെ ഓപ്പറേറ്റേഴ്സും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു എഫേർട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് ഒരു വീല് ഇനി ഊരിപ്പോയി എന്ന് സംഭവിച്ചാൽ തന്നെയും അതൊരു മേജർ ഇൻസിഡൻ്റ് ആയിട്ട് കണക്കാക്കുമെങ്കിലും അത്രയ്ക്കുള്ള ഒരു സേഫ്റ്റി ഇഷ്യൂ ആയിട്ട് ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ഒരു കുറച്ചെങ്കിലും സമാധാനം തരുന്ന ഒരു വസ്തുതയാണ്. ഇതുപോലെയുള്ള സംഭവങ്ങൾ ഭാവിയിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. എല്ലാവർക്കും നമുക്കറിയാം, കോഴിക്കോട്ടെ റൺവേ എന്ന് പറയുന്നത് ടേബിൾ ടോപ്പാണ്. 2850 മീറ്ററാണ് റൺവേയുടെ ലെങ്ത്. പക്ഷേ പൈലറ്റ് ടച്ച് ഡൗൺ ഏരിയയിൽ വന്ന് ടച്ച് ഡൗൺ ചെയ്യാൻ സാധിക്കാതെ ഏതാണ്ട് 900 മീറ്റർ മുമ്പോട്ട് വന്നിട്ട് ശേഷമാണ് റൺവേയിൽ ടച്ച് ഡൗൺ ചെയ്തത്. അതും ഓവർ റൺ ചെയ്ത് 111 അടി താഴെയുള്ള ഒരു ഗർത്തത്തിലേക്ക് വിമാനം പതിക്കുകയും വിമാനത്തിൻ്റെ ഫ്യൂസലേജ് 2 ഭാഗങ്ങളായിട്ട് മുറിഞ്ഞ് 21 ആളുകൾക്ക് ദൗർഭാഗ്യകരമായ അവസാനം ഉണ്ടാവുകയും ചെയ്തു.